ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ബെനിഡിക്റ്റ് പ്രയർ ശുശ്രൂഷ ഇന്ന് ഈ രാത്രിയിൽ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പെസഹാ ദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒന്നു ചേർന്ന് പെസഹാ തിരുനാളിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ആ സ്മരണ കുടുംബങ്ങളിൽ ആഘോഷിക്കുന്ന ഈ സമയം അപ്പം മുറിച്ച് പങ്കുവയ്പ്പിൻ്റെ മനോഭാവത്തിലേക്ക് സ്നേഹത്തിൻ്റെ ആ കൽപ്പന പൂർത്തീകരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ചേർത്ത് വയ്ക്കാം. ഗാർഹിക സഭയിൽ മക്കളോട് ചേർന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത്, ഈ കുടുംബത്തെ ഓർത്ത്, ഇന്നേ ദിനം അവിടുത്തെ പരിശുദ്ധമായ കുർബാന സ്ഥാപിച്ച ഇന്നേ ദിനം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സർവോപരി ഈ ഒരു കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവിന് നമ്മുടെ ജീവിതത്തെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത്, അപ്പനും അമ്മയും ഒരുമിച്ച് ചേർത്തതിനെ ഓർത്ത്, അതിലൂടെ മക്കളെ നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ മക്കളുടെ ജീവിതം കൃപയുള്ളതായി തീരുകയും ഈ രാത്രിയിൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കൂടെയുണ്ടെങ്കിലും വിദൂരത്താണെങ്കിലും അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ കൽപ്പന, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. നമ്മളിൽ നിന്ന് മക്കളിലേക്കും മക്കളിൽ നിന്ന് സമൂഹത്തിലേക്കും വ്യാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് 136 സങ്കീർത്തനം 26 വചനം, സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദി പറയുവാനൊരു ദിവസമായി മാറ്റാം. അങ്ങനെ നന്ദി പറച്ചിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം വളരട്ടെ, മക്കളിൽ കൃപകൾ വളരട്ടെ, മക്കളുടെ ജീവിതം ബലവത്തായി തീരട്ടെ. ആമേൻ. സങ്കീർത്തനം 136:26. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അവിടുന്ന് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ കൽപ്പന ഞങ്ങളുടെ ജീവിതത്തിൽ സംശീകരിക്കുവാനും ഞങ്ങളിൽ നിന്നും മക്കളിലേക്കും തലമുറകളിലേക്കും വ്യാപിക്കുവാനും എല്ലാത്തരം അസ്വസ്ഥതകളും നീക്കി സ്നേഹത്തിൽ ബന്ധിക്കപ്പെടുവാൻ, സ്നേഹത്തിൽ ഒന്നാകുവാൻ ഇന്നേ ദിനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ മക്കളുടെ ജീവിതത്തിൽ സ്നേഹമായി കർത്താവ് കടന്നു വരികയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവിടുത്തെ വലിയ കൃപയും സ്നേഹവും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകളെയും എന്ന് വരെയും ചെയ്യുകയും അങ്ങനെ അവിടുത്തെ സ്നേഹവായ്പിനാൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്യട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.